Can you hear me? Good morning, guys. So welcome to day 3 of our marathon. Appo last 2 ദിവസം എടുത്ത ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ക്ലിയർ ആണോ മക്കളെ? Can you hear me, everyone? ചാറ്റിൽ ഒന്ന് റിപ്ലൈ ചെയ്യോ? Okay, perfect. So now ലാസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു IAS 19 ആണ് നമ്മൾ റിവേഴ്സ് ചെയ്തത്. Okay, so ആ പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? So what have we have covered in the last part? എന്താടാ? സർ ഈ അസറ്റ് സീലിംഗ് ഒക്കെ പഠിക്കാനുള്ളതാണോ? നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് പറഞ്ഞായിരുന്നു അസറ്റ് സീലിംഗിന്റെ കാര്യം. അസറ്റ് സീലിംഗ് എന്ന് പറയുന്നത് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു, ഓർക്കുന്നില്ല? അതെ സർ, അത് ഇമ്പോർട്ടന്റ് ആണോ? ഷുവർ ആയിട്ട് ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ടോപ്പിക് ആണോ? ഇതിപ്പോ അങ്ങനെ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒന്നുമല്ല. അങ്ങനെ ലൈക്ക് IAS 19 ആകെ മെയിൻലി ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് റിവിഷൻ കിട്ടി ചെയ്യാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഒന്ന് അറിഞ്ഞിരിക്കുക അസറ്റ് സീലിംഗ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് നോർമലി നമ്മളിപ്പോ ഒരു ക്ലോസിംഗിലുള്ള പെൻഷൻ അസറ്റും ലയബിലിറ്റിയും കൂടെ നെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിഫറൻസ് കിട്ടും. സോ അതിപ്പോ ഒരു നെറ്റ് സർപ്ലസ് ആണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് അസറ്റ് ആണെങ്കിൽ ആ ലെറ്റ്സ് സേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത നെറ്റ് അസറ്റ്സ് കമ്മിങ് ടു 150 എന്ന് പറഞ്ഞ ഫിഗർ കിട്ടി. നമ്മൾ നോർമലി ചെയ്ത നെറ്റ് ഓഫിൽ 150 എന്ന് പറഞ്ഞ ഫിഗർ ആണ് കിട്ടിയത്. പക്ഷെ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കിയപ്പം ദാറ്റ് ഈസ് ഫ്യൂച്ചർ നമുക്ക് കിട്ടാൻ പോകുന്ന റിഡക്ഷൻ ഒക്കെ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഇതെല്ലാം കൂടെ ചെയ്തപ്പം പ്രസന്റ് വാല്യൂ എത്രയേ വന്നുള്ളൂ? 70 വന്നുള്ളൂ. അപ്പോ അസറ്റ് മീൻസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ദാറ്റ് വി റിസീവ്. അപ്പൊ നോർമലി അത് കാൽക്കുലേറ്റ് ചെയ്ത് നെറ്റ് ചെയ്തപ്പോൾ 150 ആണ് വന്നത്. പക്ഷെ അതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്തു? ശരിക്കുള്ള ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ആക്ച്വറീസ് ഒന്നുകൂടെ ഒന്ന് അസസ് ചെയ്തിട്ട് അതിന്റെ പ്രസന്റ് വാല്യൂ എടുത്തു. സോ അങ്ങനെ പ്രസന്റ് വാല്യൂ എടുത്ത സമയത്ത് അതിന്റെ വാല്യൂ എത്രയേ വരുന്നുള്ളൂ? ലെറ്റ്സ് സേ ഇറ്റ്സ് ഓൺലി കമ്മിങ് ടു 70 എന്നുള്ള ഫിഗറിലേക്കാണ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അക്കോർഡിംഗ് ടു പ്രൂഡൻസ് കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും എന്തേ ചെയ്യാൻ പാടുള്ളൂ? വിച്ച് എവർ ഈസ് ലോവർ ആ എമൗണ്ടിലായിരിക്കണം അസറ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പൊ അസറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ദ മാക്സിമം ക്യാപ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് ഫോർ അസറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസറ്റ് സീലിംഗ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗിൽ നമുക്ക് ബുക്സിൽ മാക്സിമം എത്ര എമൗണ്ട് കാണിക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ അസറ്റ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലാസ്സിൽ പിന്നെ വിളിക്കാം. ക്ലിയർ എവരിവൺ? അപ്പൊ അസറ്റ് സീലിംഗിന്റെ പാർട്ട് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അത് കൂടാതെ പിന്നെ നമ്മളുടെ ഈ പറയുന്ന IAS 19 നമ്മൾ പഠിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് പോലത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്റ്റാൻഡേർഡിൽ തന്നെ വന്നൊരു ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ലെറ്റ്സ് സേ നിങ്ങൾ ഓപ്പണിംഗിൽ നിങ്ങളുടെ ഓപ്പണിംഗ് ലയബിലിറ്റി ഒരു 150 million ആയിരുന്നു വെച്ചു. ഓപ്പണിംഗ് ലയബിലിറ്റി വാസ് 150 million. ഓപ്പണിംഗ് പെൻഷൻ ലയബിലിറ്റി 150 ആണ്. ഓക്കെ, ഓപ്പണിംഗിലുള്ള റേറ്റ് ആ സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെറ്റ്സ് സേ 10%. ഫൈൻ. ദെൻ സർവീസ് കോസ്റ്റ് പെർ മന്ത് ഉള്ള സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെറ്റ്സ് സേ ഒരു 9 million ആണ്. സർവീസ് കോസ്റ്റ് പെർ മന്ത് എത്രയാണ്? 9 million. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ സെനാരിയോ. ലെറ്റ്സ് സേ 1st January 2023 ഞാൻ പെൻഷൻ ലയബിലിറ്റി നെറ്റ് പെൻഷൻ ലയബിലിറ്റി നോക്കിയപ്പോൾ എത്ര ഉണ്ട്?
ഓപ്പണിങ്ങിലുള്ള നെറ്റ് പെൻഷൻ ലയബിലിറ്റി 150 million ഉണ്ട്. പിന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. മാർക്കറ്റിൽ സർവീസ് കോസ്റ്റ് 9 million ആണ്. ഫൈൻ. സോ നോർമൽ ബേസിൽ നമ്മളപ്പോൾ ഈ വർഷം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എത്ര ആയിരിക്കും? ഇൻട്രസ്റ്റ് ചാർജ് എത്ര ആയിരിക്കും അപ്പോൾ വരുന്നത് ഈ വർഷത്തെ? 150 ഇൻറ്റു ഓപ്പണിങ്ങിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ്, ഇൻട്രസ്റ്റ് ചാർജ് അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പി ആൻഡിലേക്ക് പോകുന്ന ഫിഗർ എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും മക്കളെ? 15. സോ നമ്മുടെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് പ്രകാരം അപ്പോൾ നിങ്ങളുടെ പി ആൻഡിലേക്ക് പോകുന്ന എമൗണ്ട് എത്രയാണ്? 15 million ആണ് അല്ലെ? ദ സെയിം വേ സർവീസ് കോസ്റ്റോ, ഈ വർഷത്തേക്കുള്ള സർവീസ് കോസ്റ്റ് എത്രയാണ്? പെർ മന്ത് എത്രയാണ്? പെർ മന്ത് ഇറ്റ് ഈസ് 9 million. അപ്പോ ഓവർ ദ പീരീഡ് ഓഫ് ഇയർ, ഒരു ഇയറിന്റെ അല്ലേ സർവീസ് കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഒരു ഇയറിന്റെ സർവീസ് കോസ്റ്റ് എത്ര ആയിരിക്കും വരുന്നത്? 108 വരും അല്ലെ? 9 into 12 ഇറ്റ് ഈസ് 108. ഇത് നമ്മൾ എവിടെ തന്നെ കാണിക്കുന്നത്? ഈ എമൗണ്ട് നമ്മൾ പി ആൻഡിലാണ് ചാർജ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. സോ ലെറ്റ്സ് സേ ഒരു സെപ്റ്റംബർ ആയപ്പോ, സോ സെപ്റ്റംബർ 20x3 ആയപ്പോ there is a change in the plan. നമ്മുടെ ഓവറോൾ പെൻഷൻ പ്ലാനിൽ ഒരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഒരു കർട്ടൈൽമെന്റ് വന്നു. ദാറ്റ് ഈസ് കുറച്ച് സ്റ്റാഫ് ലീവ് ചെയ്തു ഇമീഡിയറ്റ്ലി. കർട്ടൈൽമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് കർട്ടൈൽമെന്റ് എന്ന് പറയുന്നത്. റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, അത് ചിലപ്പോൾ റീസ്ട്രക്ചറിങ്ങിന്റെ ഒക്കെ ഭാഗമായിരിക്കാം. നമ്മുടെ പെൻഷൻ പ്ലാനിൽ നിന്ന് ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് പെട്ടെന്ന് എന്താവുന്നു? റിഡൻഡന്റ് ആവും അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവും. അപ്പോൾ അത് മിക്കവാറും ചാൻസ് എന്താ? റീസ്ട്രക്ചറിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഇൻ ബിറ്റ്വീൻ ദ ഇയർ നടന്നു. ഓക്കെ, അങ്ങനെ ഒരു ഇവന്റ് നടന്നതിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് 3% ആയി, 8% ആയിരുന്നു. ആ ഒരു സെപ്റ്റംബർ ടൈമിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ എത്രയാണ്? 8%. ഓക്കെ, മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 8%. ആൻഡ് സർവീസ് കോസ്റ്റ് ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറഞ്ഞല്ലോ. സർവീസ് കോസ്റ്റ് ഇപ്പൊ 7 million ഉള്ളൂ. സർവീസ് കോസ്റ്റ് ഇപ്പൊ എത്രയാണ് മക്കളെ? 7 million. സോ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു. ഇങ്ങനെ ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു പ്ലാനിൽ ഒരു അമെന്റ്മെന്റ് അല്ലെങ്കിൽ കർട്ടൈൽമെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഇൻ ബിറ്റ്വീൻ ഇയർ നടന്നു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ന്യൂ റൂൾസ് അവർ പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഓപ്പണിംഗ് എസ്റ്റിമേറ്റിന്റെ ബേസിസിലല്ല നിങ്ങൾ കാര്യങ്ങൾ നോക്കണ്ടേ. വി ഹാവ് ടു മേക്ക് ദ ചേഞ്ചസ് ഓൺ ദ ബേസ് ഓഫ് ദ അപ്ഡേറ്റഡ് അസംഷൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്താണോ ആ അപ്ഡേഷൻസിന്റെ ബേസിസ് നിങ്ങൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്ത് 150 into 10%. ദാറ്റ് ഈസ് ഫോർ 12 months. പക്ഷെ നമുക്കറിയാം 150 into 12 monthsലെ സെനാരിയോയും സെയിം അല്ല. ഇൻ ബിറ്റ്വീൻ എന്ത് നടന്നു? ഒരു ചേഞ്ച് ഇൻ ദ പെൻഷൻ പ്ലാൻ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കർട്ടൈൽമെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ഇവന്റ് നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഇവന്റ് നടന്നപ്പോൾ കുറെ അസംഷൻസിൽ ചേഞ്ച് വന്നു. ഇവിടെ എന്തിലൊക്കെയാണ് അസംഷൻസിൽ ചേഞ്ച് വന്നത് മക്കളെ? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിലും ചേഞ്ച് വന്നിട്ടുണ്ട്, അതേപോലെ നമ്മുടെ സർവീസ് കോസ്റ്റിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ന്യൂ ഇൻട്രസ്റ്റ് കമ്പണന്റ്? ശരിക്കുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് കമ്പണന്റ് എങ്ങനെ ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ? വി നോ ദാറ്റ് 150 into 10%. ബട്ട് അത് എത്ര മാസത്തേക്ക് ഉള്ളായിരുന്നു? എത്ര മാസത്തേക്ക് ഉള്ളായിരുന്നു? ടിൽ ഓഗസ്റ്റ് അല്ലെ? കാരണം സെപ്റ്റംബർ തൊട്ടിട്ട് എല്ലാം മാറി അല്ലെ? അപ്പോ ജാനുവരി ടു ഓഗസ്റ്റ് വരെ ഈ അസംഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എത്ര മാസമാ? 8 months. അതിനുശേഷം എന്ത് വരും? 150 into 8% into 4/12. സോ അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ വർഷം SOPLലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര ചാർജ് ചെയ്യാൻ പാടുള്ളൂ? ഈ വർഷം SOPLലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര മക്കളെ ചാർജ് ചെയ്യാൻ പറ്റുന്നേ? ഇൻസ്റ്റെഡ് ഓഫ് 15 it should be only 14.
മനസ്സിലായോ? അപ്പൊ 15 അല്ല, 15 എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ 15 വരെ നമ്മൾ ചാർജ് ചെയ്യേണ്ടത് എത്ര ആയിരിക്കണം? 14 ആയിരിക്കണം. വി ഷുഡ് ചാർജ് 14 ടു ദ പി ആൻഡ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ മക്കളെ? Can you reply in the chat? Yes, sir. ഇതേപോലെ നമ്മുടെ സർവീസ് കോസ്റ്റിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഈസ് സർവീസ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര? സർവീസ് കോസ്റ്റ് നമ്മൾ എത്ര മക്കളെ ചാർജ് ചെയ്തേ? 108. 108. ബട്ട് വി നോ ദാറ്റ് ഇനിഷ്യലി നമ്മുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു 9 months. Sorry, 9 million. 9 million only for how many months? 8 months. Now, after 4 months, എത്ര വരണം? The new 7 million. 7. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓവറോൾ സർവീസ് കോസ്റ്റ് ടു ദ പി ആൻഡിൽ എത്ര വരാൻ പാടുള്ളൂ? സർവീസ് കോസ്റ്റ് ടു ദ പി ആൻഡിൽ എത്ര വരാൻ പാടുള്ളൂ? 100. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു പുതിയ ഒരു ചേഞ്ച് ആണ്, ഒരു ലേറ്റസ്റ്റ് ചേഞ്ച് ആണ്. അപ്പൊ ഇത് ചോദിക്കാനുള്ള ചാൻസും വളരെ ഹൈ ആണ്. ഓക്കെ, അത് റീസെന്റ് വന്ന ചേഞ്ച് ആണ്. ഓക്കെ, മേ ബി ഐ തിങ്ക് ഇൻ 2019 ഓർ നിയർലി 20 വന്നൊരു ചേഞ്ച് ആണ്. അപ്പൊ ആ ചേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ ചേഞ്ച്? ഇൻ ബിറ്റ്വീൻ എ ഇയർ നമ്മളെ പ്ലാനിൽ ഒരു ചേഞ്ച്, ദാറ്റ് ഈസ് പെൻഷൻ പ്ലാനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാലോ, അല്ലെങ്കിൽ അമെന്റ്മെന്റ് വന്നാലോ, അല്ലെങ്കിൽ കർട്ടൈൽമെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ഇവന്റ് നടന്നു. അങ്ങനെ സിഗ്നിഫിക്കന്റ് ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള പീരീഡിൽ നിങ്ങളുടെ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ പോകേണ്ടത് എന്തിന്റെ ബേസിലായിരിക്കണം? അപ്ഡേറ്റഡ് ആയിട്ടുള്ള അസംഷൻസിന്റെ ബേസിസിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് അസംഷൻസ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? സൗണ്ട്സ് ഗുഡ്. അപ്പോ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദർ ഇസ് എ ഹയർ ചാൻസ് ഈ ഒരു ഏരിയ ചോദിക്കാൻ. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഈ കൺസെപ്റ്റ്. പക്ഷെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള നോളജ് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല. But we have to understand it should be updated. Yeah, it's a kind of change in the estimate. Yes. അപ്പൊ അതിന് മുമ്പോട്ടുള്ളതിലൊന്നും നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ആ ചേഞ്ചിന് മുമ്പ് വരെ ഒരു രീതി, അതിനുശേഷം ഒരു പുതിയ അഡാപ്റ്റഡ് ആയിട്ടുള്ള, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അസംഷൻ നമ്മൾ എടുക്കുക. ക്ലിയർ എവരിവൺ? ഓക്കെ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ ഇത്രയാണ് നമ്മുടെ IAS 19 മേജർ ടോപ്പിക്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാസ് ബീൻ ടെസ്റ്റഡ് റിലേറ്റഡ് ടു IAS 19 ഇൻ ദ പാസ്റ്റ് പേപ്പേഴ്സ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ലാസ്റ്റ് ടൈം നമ്മൾ അതിന്റെ നോളജ് പാർട്ട് ആണ് നോക്കിയത്. സോ വിൽ ഡു സം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫ്രം IAS 19. Okay. So just read this question. Question number, exhibit number 4 ഒന്ന് നോക്കി. നിങ്ങളുടെ റിവിഷൻ ഗൈഡിലെ ഷുഗർ കമ്പനി, അഗൈൻ ഇറ്റ്സ് എ പാസ്റ്റ് പേപ്പർ, സാമ്പിൾ പേപ്പർ ആണ്. ആ ഷുഗർ കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന്റെ എക്സിബിറ്റ് നമ്പർ 4 ഒന്ന് വായിക്കുക. എക്സിബിറ്റ് നമ്പർ 4. ഇവിടെ ക്വസ്റ്റ്യന്റെ ആ ഒരു റിക്വയർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പെൻഷൻ സ്കീമിന്റെ ഇമ്പാക്ട് ഓൺ ക്യാഷ് ഫ്ലോ പറയണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ചലഞ്ച്. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു നോ ഹൗ ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ. അപ്പോൾ ക്യാഷ് ഫ്ലോയുടെ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രിപ്പയറിങ് എ ഹോൾ ക്യാഷ് ഫ്ലോ. അപ്പോൾ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യൊന്നും വേണ്ട. ഈ ഒരു സെനാരിയോയിലുള്ള ഇമ്പാക്ട്, ക്യാഷ് ഫ്ലോയിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, so here the company is the only entity of the group which operates a defined benefit pension scheme. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാ കമ്പനിയും പെൻഷൻ സ്കീം ഡിഫൈൻഡ് ബെനിഫിറ്റ് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ കമ്പനിയുടെ ഗ്രൂപ്പിൽ ആകെ ഈ ഷുഗർ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം റൺ ചെയ്യുന്നത്. The pension scheme obligation increased during the year from 1.175 million to 6.368 million. അപ്പൊ ആ ഒരു ഇൻക്രീസ് എന്തിൽ വന്നിട്ടുണ്ട്? ലയബിലിറ്റിയിൽ വന്നിട്ടുണ്ട്, പെൻഷൻ ഒബ്ലിഗേഷൻ വന്നിട്ടുണ്ട്. The movement on the pension liability represents the service cost component, the net interest component, and also the remeasurement component for the year. അപ്പോൾ ആ മൂവ്മെന്റിന് കാരണം ഈ 3 കാര്യങ്ങളാണ്: the service cost, the net interest component, and also the remeasurement component.
The sugar company usually makes cash contribution into the scheme on an annual basis. അവർ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത്? ക്യാഷ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ആനുവൽ ബേസിസിലാണ്. The significant increase in the pension scheme obligation for the year ended 30 June 2008 was because the contribution to the scheme did not follow a normal practice. അപ്പോൾ നോർമലി അവർ പേ ചെയ്യേണ്ടത് ഇയർ എൻഡിലാണ്, പക്ഷെ കോൺട്രിബ്യൂഷൻ അവർ പേ ചെയ്തതെന്നാണ് ജൂലൈയിലാണ്. Then the benefits paid during the year is 2 million in cash. അപ്പൊ ഇത്രയാണ് അവിടെ ഇവന്റ് നടന്നത്. These are the events which happened there. So we know the format, basic format നമുക്കറിയാം. ഒരു ഓപ്പണിംഗ് നെറ്റ് പെൻഷൻ ബെനിഫിറ്റ് 1.175 മില്യണിൽ നിന്ന് 6.368 മില്യണിലേക്ക് എത്താനുള്ളതിന്റെ ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. വാട്ട് ആർ ദ റീസൺസ് ഫോർ ചേഞ്ചസ് എന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെയാണ്? സർവീസ് കോസ്റ്റ് ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് കമ്പണന്റ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം ഉണ്ട്. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് എത്രയിലോട്ട് എത്തുന്ന വാല്യൂ? 6.368 മില്യണിലേക്ക് എത്തുന്ന വാല്യൂ. പക്ഷെ ഇവിടെ ഭയങ്കരമായി നമുക്ക് നോക്കുവാണെങ്കിൽ 1.175 മില്യണിൽ നിന്ന് 6.368 ആ വലിയൊരു ഇൻക്രീസ് വരാനുള്ള റീസൺ എന്താന്ന് പറയാമോ? Can you say what's the reason? The current year ആ ഒരു വലിയ ചേഞ്ച് വരാനുള്ള റീസൺ എന്തായിരിക്കും? Contribution was made in the next year. The contribution അവർ ചെയ്തതെന്നാണ് ഈ വർഷമല്ല, കോൺട്രിബ്യൂഷൻ നെക്സ്റ്റ് ഇയർ ആണ് ചെയ്തത്. ഈ വർഷത്തെ കോൺട്രിബ്യൂഷൻ നെക്സ്റ്റ് ഇയർ ആണ് ചെയ്തത്. അപ്പൊ കോൺട്രിബ്യൂഷൻ ഈസ് സംതിങ് ദാറ്റ് വി നോ ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് യുവർ ലയബിലിറ്റി, അല്ലെ? നമ്മൾ ലാസ്റ്റ് പഠിച്ച ഒരു ഫോർമാറ്റ് പ്രകാരം, ഇഫ് യു ലുക്ക് ഇൻ ടു ദിസ് ഫോർമാറ്റ്, നിങ്ങൾക്കറിയാം നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് പെൻഷൻ ലയബിലിറ്റിനെ കുറയ്ക്കാൻ സാധ്യതയുള്ള ഐറ്റം ആണ് ഈ കോൺട്രിബ്യൂഷൻ. പക്ഷെ ഈ കോൺട്രിബ്യൂഷൻ ഈ ക്വസ്റ്റിനകത്ത് നടക്കുന്നത് എന്നാണ്? ആഫ്റ്റർ ദി ഇയർ എൻഡ് ആണ്. So that may be one of the reason for that increase in the liability. അത്രയും ഹ്യൂജ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി വരാനുള്ള റീസൺ ചിലപ്പോൾ ആ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ എമൗണ്ട് ഇയർ എൻഡിന് നെക്സ്റ്റ് പേ ചെയ്തുകൊണ്ടായിരുന്നു. ആഫ്റ്റർ ദ ഇയറിന് ശേഷം പേ ചെയ്തുകൊണ്ടാണ് ആ വലിയൊരു ചേഞ്ച് വരാൻ കാരണം. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ വർഷം അപ്പോൾ ലിറ്ററലി സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോയിലേക്ക് പോകുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഓർ ഈസ് ദർ എനി അഡ്ജസ്റ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു this scenario in the statement of cash flow? കാരണം നോർമലി ക്യാഷ് ഫ്ലോയിലോട്ട് പോകേണ്ട ഐറ്റം എന്താ? ഡയറക്ട്ലി ക്യാഷ് ഫ്ലോയിലോട്ട് പോകേണ്ട ഐറ്റം എന്താ? കോൺട്രിബ്യൂഷൻ ആണ്. അത് നടക്കുന്നത് എന്താണ്? After the year end. യെസ്, അത് നടക്കുന്നത് ആഫ്റ്റർ ദി ഇയർ എൻഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈസ് എനിത്തിങ് എൽസ് ദാറ്റ് വിൽ ഗോ ടു the cash flow statement? Any other adjustments that you have that will go to cash flow statement apart from this? വേറെ എന്തെങ്കിലും ക്യാഷ് ഫ്ലോയിലോട്ട് പോവാം മക്കളെ? Indirect adjustments only. ഇൻഡയറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് പോവാം. എന്താ ഇൻഡയറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ്, നമുക്കറിയാം at the time of preparing cash flow, നമ്മൾ എങ്ങനെ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നേ? നമ്മൾ ഡിപ്രീസിയേഷൻ, ഇമ്പയർമെന്റ്, അമോർട്ടൈസേഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെൻ വി പ്രിപ്പയർ ക്യാഷ് ഫ്ലോ നമ്മൾ ആഡ് ബാക്ക് ചെയ്യും, അല്ലെ? നമ്മൾ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ, ഇമ്പയർമെന്റ് പോലത്തെ ഐറ്റംസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമായിരുന്നു. സോ വാട്ട് വാസ് ദ റീസൺ ഫോർ ദാറ്റ് ആഡ് ബാക്ക്? എന്തിനാണ് നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്തുകൊണ്ടിരുന്നത്? നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ബിക്കോസ് വി നോ ദാറ്റ് നമ്മൾ പ്രോഫിറ്റിൽ അതിനെ കുറച്ചിട്ടുണ്ട്, പക്ഷെ ശരിക്കും അതെന്തല്ല, ഒരു ക്യാഷ് ഫ്ലോ അല്ല. ഇറ്റ്സ് എ നോൺ ക്യാഷ് ഐറ്റം, ഇറ്റ്സ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്, അല്ലെ? അപ്പോ അത് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഡിപ്രീസിയേഷൻ, ഇമ്പയർമെന്റ് അങ്ങനത്തെ ചാർജസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക് ചെയ്യുമായിരുന്നു. വി യൂസ് ടു ആഡ് ഇറ്റ് ബാക്ക് ടു ഗെറ്റ് ദ ക്യാഷ് ഫ്ലോ, അല്ലെ? ഇറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ, സോ നൗ ലുക്കിംഗ് അറ്റ് ദിസ് ഫോർമാറ്റ്, പി ആൻഡിലേക്ക് പോകുന്ന രണ്ട് ഐറ്റം എന്തൊക്കെയാണ് മക്കളെ? ഇൻട്രസ്റ്റ് കമ്പോണന്റ് ആൻഡ് സർവീസ് നെറ്റ് ഇൻട്രസ്റ്റ് കമ്പോണന്റും സർവീസ് കോസ്റ്റും. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഇൻഡയറക്റ്റ് മെത്തേഡ് വരുന്ന സമയത്ത്, ഇൻ ദ ഇൻഡയറക്റ്റ് മെത്തേഡ് ഇത് രണ്ടും ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പി ആൻഡിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ്. ബട്ട് ആക്ച്വലി ദീസ് ആർ നോട്ട് ക്യാഷ് കോസ്റ്റ്. അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? വിൽ ആഡ് ഇറ്റ് ബാക്ക്. ഈ രണ്ട് ഐറ്റം നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. എങ്ങോട്ടാ? ടു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്.
നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെ ഈ 2 ഐറ്റത്തിന് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. Is it clear, everyone? Okay ആണോ മക്കളെ? അപ്പോ ക്യാഷ് ഫ്ലോ ഇമ്പാക്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പൊ നമ്മളെ ഭയങ്കരമായിട്ട് ഈസിലി അവരെന്ത് ചെയ്യാൻ നോക്കും, ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരുവാണ് അവിടെ. കാരണം ആകെ ക്യാഷ് ഫ്ലോ ടേംസിൽ ഡയറക്ട്ലി വരുന്ന ഒരു ഐറ്റം എന്താ? കോൺട്രിബ്യൂഷൻ ആണ്. ആ കോൺട്രിബ്യൂഷൻ നടക്കുന്നത് എന്നാന്ന് പറഞ്ഞവര്, ദാറ്റ് കോൺട്രിബ്യൂഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിത്തിൻ ദ few months within 1 month after the year end. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ വർഷം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തില്ല? As such there is no outflow. അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഓർ ഇൻഫ്ലോ ക്യാഷ് ഫ്ലോ ടേംസിൽ ഇല്ല എന്നാണ് നമ്മുടെ ഒരു പെട്ടെന്നുള്ള പിക്ചർ പോകുന്നത്. പക്ഷെ നമ്മൾ ഇത്രയൂടെ ഇൻഡെപ്ത് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻഡയറക്ട് മെത്തേഡ്സിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇൻഡയറക്ട് മെത്തേഡ്. അപ്പൊ ഇൻഡയറക്ട് ക്യാഷ് ഫ്ലോ ആണത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് at the time of preparing operating cash flow നമ്മൾ ഈ പറഞ്ഞ എക്സ്പെൻസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യും. ഡിപ്രീസിയേഷൻ, ഇമ്പയർമെന്റ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ചാർജ് ചെയ്തേക്കുന്ന 2 എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ചാർജും സർവീസ് കോസ്റ്റും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ഇറ്റ് ബാക്ക് ടു അവർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അത് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണല്ലോ മക്കളെ? അതിന്റെ ആൻസർ ഒന്ന് നോക്കിയേ. So in the application മാത്രമേ ഉള്ളൂ ഇവിടെ. So as per IAS 19, cash contribution paid in the scheme will be shown within the SOFP as there is an actual cash outflow. Here the cash flow contribution will be paid into the scheme only after the year end, to which there is an increase in the pension liability and no impact on the cash flow. However, there will be an impact on the cash flows due to pension scheme, which is due to the net interest component that must be adjusted, and the service cost must be added back to the net profit, as these are non-cash adjustments, and that must be adjusted within the statement of cash flows under operating activity. Thereby, it will increase the overall operating cash inflows. Okay ആണോ മക്കളെ? ആ ഇമ്പാക്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? So have you gone through it?
Okay, Lada. Answer വായിച്ചു എല്ലാവരും. Fine. So we'll do another question. So look at this exhibit number 2. So ഇതൊരു നമ്മുടെ സാമ്പിൾ പേപ്പർ തന്നെയാണ്. Okay, so read that exhibit number 2. അതിന്റെ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. So just read it. ഇതാണ് everyone വായിച്ചായിരുന്നു മക്കളെ. അപ്പൊ ഇവിടെ നമ്മൾ അത് അക്കൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. സോ ഓപ്പണിംഗ് നമ്മുടെ പെൻഷൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി എത്രയാണ്? ഇസ് ഇറ്റ് എ ഡെഫിസിറ്റ് ഓർ സർപ്ലസ്? ഓപ്പണിംഗ് എന്താ പറഞ്ഞേ? ഓപ്പണിംഗിൽ ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ? 20x4 അതല്ല നമ്മുടെ ഓപ്പണിംഗ്. യെസ്, ഓപ്പണിംഗ് നെറ്റ് ഡെഫിസിറ്റ് ആണ്, അല്ലെങ്കിൽ പെൻഷൻ ലയബിലിറ്റി ആണ്, നെറ്റ് ഒബ്ലിഗേഷൻ ആണ്. എത്രയാണ് എമൗണ്ട്? എത്രയായിരുന്നു എമൗണ്ട്? 59. Yes, it is 59. ഇനി അപ്പോ എന്താ 59 എത്ര വരും? Interest 5.5%. ഇൻട്രസ്റ്റ് കമ്പോണന്റ് എത്ര? ഓപ്പണിംഗിലുള്ള ഇൻട്രസ്റ്റ് കമ്പോണന്റ് എത്രയാടാ? 5.5%. Yes, so it is 5.5% into 59 വരും. അപ്പോൾ ഈ ഓൾമോസ്റ്റ് എമൗണ്ട്സ് എല്ലാം തന്നിട്ടുണ്ടായി. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ട് ആ റീമെഷർമെന്റ് ഗെയിനോ ലോസോ ഒക്കെ കണ്ടുപിടിച്ചാൽ മതി. നോ ഇൻട്രസ്റ്റ് കമ്പോണന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് വേണ്ടേ? Service cost. Yes, we need the service cost. So how much is the service cost for the current year? Service cost എത്ര മക്കളെ വരുന്നേ? Yes, it is 8 million service cost for the year, current year. And past service cost എത്രയാണ്? 9. 9.
അപ്പൊ അത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ? We have to add it. Yes. So service cost is current plus past 18 plus 9 വരും, which is 27. പിന്നെ Contribution time. any other things? Contribution made. Yes. What is the contribution they have made to the scheme? Acca contributed 10 million to the scheme എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? Acca contributed 10 million to the scheme എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇവിടെ കണ്ടോ? During the year, a benefits of 6 million were paid under the scheme, and Acca contributed 10 million to the scheme എന്നാ പറഞ്ഞിരിക്കുന്നത്. So how will you adjust that 10 million? Minus. Minus 10. So ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂ എത്രയാണ് മക്കളെ? നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂ എത്രയാണ്? 79.245 ആണ്. ഇത് 79.245. ഇതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം? 78. യെസ്, നമ്മുടെ ക്ലോസിംഗ് നെറ്റ് ലയബിലിറ്റി ആക്സറീസ് തന്നേക്കുന്ന വാല്യൂ എത്രയാണ്? ക്ലോസിംഗ് നെറ്റ് ലയബിലിറ്റിയുടെ ആക്സറീസ് തന്നേക്കുന്ന വാല്യൂ എത്രയാണ്? The net pension obligation at 30 September 2005 of 78 million has been updated to include this change എന്ന് പറയുന്നത്. കാരണം അവരുടെ പെൻഷൻ സ്കീം ഓരോന്ന് മാറ്റി. അപ്പൊ ആ പെൻഷൻ സ്കീം ഒക്കെ മാറ്റിയതിന്റെ എഫക്റ്റിലാണ് ഈ ചേഞ്ച് വന്നേക്കുന്നത്. ആ ചേഞ്ച് കാരണം നിങ്ങളുടെ ക്ലോസിംഗ് നെറ്റ് പെൻഷൻ ലയബിലിറ്റി എത്ര വന്നു? How much it is? 78. അല്ലേ? So how much is the remeasurement component? 1.245. Remeasurement gain or loss എത്രയാണ്? 1.245. Is it a gain or loss? Liability. Loss. Liability നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും കുറവാണ് വന്നത്. So is it a gain or loss? Liability നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും കുറവ് വന്നു കഴിഞ്ഞാൽ is it a gain or loss? Gain. It's a gain. This is a remeasurement component gain ആണ് വന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ കാൽക്കുലേഷൻ. നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഈ ഓരോ ഫിഗേഴ്സും എങ്ങനെ വന്നു എന്നും അത് ഓരോന്നും എവിടെയൊക്കെ ചാർജ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇൻട്രസ്റ്റ് നമുക്കറിയാം P&L പോകും, സർവീസ് കോസ്റ്റ് P&L പോകും, കോൺട്രിബ്യൂഷൻ ക്യാഷ് ഫ്ലോയിൽ പോകും, റീമെഷർമെന്റ് കമ്പണന്റ് OCയിൽ പോകും അല്ലെ? അപ്പൊ ഇതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റിലാ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെയാണോ മക്കളെ? Is it clear everyone? അപ്പോ ദിസ് ഈസ് ഹൗ ദേ ആർ ഗോയിങ് ടു ആസ്ക് ദിസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. അപ്പൊ അത് വലിയൊരു ടാസ്ക് അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ബേസിക്കലി ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇതിപ്പോ ചെയ്യാൻ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ എന്താ കാണിക്കണത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കൺഫ്യൂസിങ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ട്രീറ്റ്മെന്റ്, ബേസിക് ട്രീറ്റ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. I need to explain it as well. Okay ആണോ മക്കളെ? Shall we move to the next question? ഇതെല്ലാവർക്കും ചെയ്തത് ക്ലിയർ ആണോ? IAS 19 ക്വസ്റ്റ്യൻ ചെയ്തത് ക്ലിയർ ആണോ? Perfect, perfect. So do this question. Question number 43. ഇത് നമ്മുടെ ഒരു പഴയ സാമ്പിൾ പേപ്പർ ക്വസ്റ്റ്യൻ തന്നെയാണ്.
So part B നോക്കുക എന്താ discuss with suitable calculation the principles of how the company should account for current service cost. അതൊരു requirement. Discuss the impact on additional employee benefit for the year ended 31st December 2023 by taking into account of the following situation. How to account for the increase in salary above 3% per annum and decrease in profitability of employees leaving the company. അപ്പോൾ എംപ്ലോയീസ് ലീവ് ചെയ്യുന്നതിന്റെ ഒരു പ്രോബബിലിറ്റിന്റെ ഫാക്ടർ ഉണ്ട്. അപ്പൊ അതിന്റെ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഇമ്പാക്ട് എന്താണ്, അതുപോലെ എംപ്ലോയീസിന്റെ സാലറി ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്ന പെൻഷൻ സ്കീമിലുള്ള ഇമ്പാക്ട് എന്താണ്. സോ ഓൾമോസ്റ്റ് 10 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഒന്ന് വായിച്ചു നോക്കിയേ. So you read the question, guys. അപ്പോൾ നോർമൽ ഒരു പെൻഷൻ ബെനിഫിറ്റ് പോലാണോ ഇത് വർക്ക് ചെയ്യുന്നത്? നോർമൽ ഒരു പെൻഷൻ ബെനിഫിറ്റ് പ്ലാൻ പോലാണോ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് വരുന്നത് ഉണ്ടാവുക? സോ നമ്മളിവിടെ ലംസമായിട്ടാണ് ഒരു എമൗണ്ട് പേ ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നോർമൽ പെൻഷൻ ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ ആനുവലി ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നല്ല ചെയ്യുന്നത്. വി ആർ പ്രോമിസിങ് ദം ദാറ്റ് ഒരു ഫൈനൽ സാലറി എന്താണോ അറ്റ് 20x6 ഡിസംബർ 20x6 എന്താണ് നിങ്ങളുടെ ഫൈനൽ സാലറി, അതിന്റെ 1% നമ്മൾ എന്തായിട്ട് തരാമെന്ന് പറയുന്നത് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ലംസമായിട്ട് പേ ചെയ്യും. സോ അതിനുവേണ്ടി നമ്മൾ ആനുവലി കോൺട്രിബ്യൂട്ട് ചെയ്യുവോ അതൊന്നും ചെയ്യുന്നില്ല. സോ ഔട്ട് ഓഫ് ക്യാഷ് ഐ എം ഗോയിങ് ടു പേ യു ഹൗ മച്ച്? 1% ഓഫ് യുവർ ഫൈനൽ സാലറി. അപ്പൊ ഇവിടെ ഒരു എക്സാക്ട്ലി ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പെൻഷൻ ബെനിഫിറ്റ്. അപ്പൊ ഒരു നെറ്റ് ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ ഒന്നും അല്ല ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുന്നു, ദർ ഇസ് എ ടെന്യൂർ പീരീഡ് 5 years. 5 years കഴിഞ്ഞ് ആ 5th ഇയറിൽ എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി, അതിന്റെ 1% ഞാൻ ലംസമായിട്ട് ഒരു കൈൻഡ് ഓഫ് ഇൻസെന്റീവ് തരുന്ന പോലോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് തരുന്ന പോലോ ഞാൻ തരുവാണ് അല്ലെ? അപ്പൊ അവിടെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ക്യാഷ് ആണ് ഞാൻ അത് പേ ചെയ്യുന്നത്. അല്ല ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടോ? Am I making any contribution to the scheme every year? അങ്ങനെ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടോ മക്കളെ? No. അപ്പോ കോൺട്രിബ്യൂഷൻ ഒന്നും നടത്തുന്നില്ല. ഐ എം നോട്ട് കീപ്പിംഗ് എനി സെപ്പറേറ്റ് അസറ്റ്. സോ ഐ ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് എ പെൻഷൻ അസറ്റ് അക്കൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പെൻഷൻ അസറ്റ് അക്കൗണ്ടോ പെൻഷൻ ലയബിലിറ്റി അക്കൗണ്ടോ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക്കലി എന്താ നടന്നേ, നിങ്ങളുടെ ഫൈനൽ സാലറി. അപ്പൊ ആദ്യം അത് എത്ര നമുക്ക് നോക്കാം. അവരുടെ സാലറിന്റെ ഇൻക്രീസ് പറയുന്നുണ്ട്. ഹൗ മച്ച് ഇസ് ദ ഇൻക്രീസ്? ഹൗ മച്ച് ഇസ് ദ ഇൻക്രീസ് ഇൻ ദ സാലറി ഗൈസ്? 3%. 20x2-ലുള്ള നിങ്ങളുടെ സാലറി എത്രയാണ്? 1.1 million. 1.1. സോ ഡൗൺ ദ ലൈൻ ഇൻ ഇത് ഈ വർഷത്തെ, അപ്പോ 5 വർഷമാണ് പറഞ്ഞേക്കുന്നത്. x6 ആണ് പറഞ്ഞേക്കുന്നത്. സോ x2-ൽ നിന്ന് x6-ലേക്ക് എത്ര വർഷമുണ്ട്? ഡിസംബർ x2-ൽ നിന്ന് ഡിസംബർ 20x6-ലേക്ക് എത്ര വർഷമുണ്ട് മക്കളെ? 4 years. 4 years അല്ലെ? സോ ആസ് ഓൺ 31st December 20x6 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്? 1.1 ഇൻറ്റു നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 3% അല്ലെ? അപ്പൊ 1.03 റേസ് ടു 4. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി എത്ര മക്കളെ വരുന്നേ? 1.238 വരും ഇൻ മില്യൺസ് അല്ലെ? യു അണ്ടർസ്റ്റുഡ് ദിസ്? അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായി എല്ലാവർക്കും? ഞാൻ സിംപ്ലി അതിനെ എന്ത് ചെയ്തു? കോമ്പൗണ്ട് ചെയ്തു.
4 years down the line 3% ഗ്രോത്ത് വന്ന് അപ്പോ 20x6 ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാലറിയുടെ എമൗണ്ട് എത്ര വരും? 1.1 into 1.03, that is 1 plus 3%. നിങ്ങൾക്ക് അതാണ് മനസ്സിലാവുന്നെങ്കിൽ 3% ഗ്രോത്ത് raised to 4. This is coming to 1.238. ഈ വാല്യൂ വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ ആണോ മക്കളെ? യെസ്. സോ ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ ബെനിഫിറ്റ്സ് എത്രയാണ്? നമ്മൾ പേ ചെയ്യാന്ന് പറഞ്ഞ ബെനിഫിറ്റ്സ് എത്രയായിരുന്നു? 1% ഓഫ് ഫൈനൽ സാലറി ആണ്. 1% ഓഫ് ഫൈനൽ സാലറി അല്ലേ നമ്മൾ പേ ചെയ്യാന്ന് പറഞ്ഞ ബെനിഫിറ്റ്? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. സോ ഹൗ മച്ച് ഇറ്റ് ഈസ് കമ്മിങ് ടു? റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 0.0124. ഓക്കെ. സോ ഇത് തൗസൻഡ്സിലാക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാം. ഇഫ് യു ആർ മേക്കിംഗ് ദിസ് ഇൻ തൗസൻഡ്സ്, $12.38 വരും. നമ്മൾ തൗസൻഡ്സിലോട്ട് ആക്കുവാണെങ്കിൽ അല്ലെ. സോ ഇഫ് യു ആർ റൗണ്ടിങ് ഇറ്റ് ഓഫ് ഇൻ തൗസൻഡ്സ് ഇറ്റ് വിൽ ബി 12.38. ബട്ട് എല്ലാവരും ഇത് എലിജിബിൾ ആണോ? ഈ ഒരു കാര്യത്തിന് എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ടോ? 5 years കംപ്ലീറ്റ്ലി നിൽക്കുന്നവർക്ക് മാത്രം. 5 years കംപ്ലീറ്റ്ലി നിൽക്കുന്നവര്. But there is a 75% probability that all employees will be employed by Stanford at 31st December 2006. അപ്പോ എത്ര ശതമാനം ആൾക്കാരെ 5 വർഷം നിൽക്കാൻ ചാൻസ് ഉള്ളൂ? 75%. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എടുത്തേ. %25 into 12.38. സോറി 75% അല്ലെ. 75% ആൾക്കാരാണ് ഇത് നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം അന്നത് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് അൾട്ടിമേറ്റ്ലി ദി എമൗണ്ട് ദാറ്റ് യു ഹാവ് ടു പേ ഇൻ ക്യാഷ്. എന്നാ ഇത് പേ ചെയ്യണ്ടേ? ഇന്നാണോ? ആസോൺ at 31st December 2006 പേ ചെയ്യേണ്ടതാണ്. This is the amount we have to pay at 31st December 2006. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ലയബിലിറ്റി. അപ്പൊ എനിക്കറിയാം ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ലയബിലിറ്റി വരുന്നുണ്ടെന്ന് അറിയാം. ബിക്കോസ് ഐ ഹാവ് പ്രോമിസ്ഡ് ഇറ്റ് ഓൺ 31st December 2002. അപ്പോ നമ്മൾ അന്ന് പേ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പേ ചെയ്യുന്നേ? ഇറ്റ്സ് ഫോർ ദ സർവീസ് they are going to give me in the next 5 years, including current year. Next 5 years അവർ എനിക്ക് തരാൻ പോകുന്ന സർവീസിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് ആണത് അല്ലെ. സോ ഞാൻ ഇതിനെ അന്ന് അക്കൗണ്ട് ചെയ്താൽ മതിയോ? ആ പേ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ചെയ്താൽ മതിയോ? ഓർ ഐ നീഡ് ടു അക്കൗണ്ട് ദിസ് എക്സ്പെൻസ് ഓവർ ദ പീരീഡ്? ഓവർ ദ പീരീഡ്. അപ്പൊ ഓവർ ദ പീരീഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യാം? ഐ ഹാവ് ടു ടേക്ക് an initial estimate. So I will take an initial estimate of this future liability. എങ്ങനെയൊക്കെ നമ്മൾ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് എടുക്കുന്നേ? 2006 പേ ചെയ്യേണ്ട എമൗണ്ടിന് ഇനിഷ്യൽ എസ്റ്റിമേറ്റ് എങ്ങനെയായിരിക്കും മക്കളെ എടുക്കുന്നേ? ആ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ബൾക്ക് പേയ്മെന്റ് എന്താണോ അതിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുക. Is it clear everyone? അപ്പൊ 9.285 എന്തെടുക്കണം നമ്മള്? പ്രസന്റ് വാല്യൂ എടുക്കണം. So how will you take the present value? നമുക്ക് ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടുണ്ട്. So how many years we need to discount it?
X6 നിന്ന് X8 X2 എത്ര നാളാണ് ഡിസ്കൗണ്ട് ചെയ്യണേ മക്കളെ? How many years we need to discount it? X6 നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ഇപ്പൊ കണ്ടത്. അപ്പൊ അതിന്റെ ഇന്നത്തെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 4th ഇയറിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കുക അല്ലെ? 0.823. So how much it is? 7.641. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ട ലയബിലിറ്റി. മനസ്സിലായോ? Is it clear everyone? So this is a liability we have to recognize today. It's a lump sum amount we have going to pay in 2006. അപ്പോൾ അതിന്റെ പ്രസന്റ് വാല്യൂ ഇന്ന് എടുത്തു. So we'll recognize this as a liability എന്നിട്ട് ഓരോ വർഷവും നമ്മൾ അൺവൈൻഡ് ചെയ്ത് പോകും. അപ്പോൾ now this liability will get unwinded every year. Okay. So ഈ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കും? ഈ 7.7 million റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 7.7 ആണ് വരുന്നത്. 7.6 million നമ്മൾ എങ്ങോട്ട് കാണിക്കും? We will charge this amount to SOPL as current service cost. അപ്പൊ ഈ ഒരു എംപ്ലോയീസ് നമുക്ക് തന്ന സർവീസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണിത്. അപ്പൊ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഒരു കറന്റ് സർവീസ് കോസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. So we'll charge this amount as current service cost in your P&L. Okay. And the unwinding cost ഓരോ വർഷം നമ്മൾ ഇനി അൺവൈൻഡ് ചെയ്ത് പോകും. Even that will be charged to SOPL as the current service cost. അപ്പൊ ഇവിടെ അല്ലാതെ പെൻഷൻ ലയബിലിറ്റി അല്ലെങ്കിൽ പെൻഷൻ അസറ്റ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Especially there is no need of pension asset account. Is it clear everyone? Sir, 7.6 ഫസ്റ്റ് ഇയറിലാണോ നമ്മൾ P&Lക്ക് കറന്റ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതെ. അതിനുശേഷം പിന്നെ അൺവൈൻഡ് ചെയ്ത് പോകും. ഇതിന് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ that gain or loss also will go to P&L. ഫസ്റ്റിൽ തന്നെ നമ്മളിത് ലയബിലിറ്റി ആയിട്ടും ക്രിയേറ്റ് ചെയ്യണ്ടേ? അതെ. പക്ഷെ ഒരു പെൻഷൻ ലയബിലിറ്റി പോലല്ല. ജസ്റ്റ് ലൈക്ക് ലൈക്ക് ഫ്യൂച്ചറിൽ പേ ചെയ്യുന്ന ഒരു ലയബിലിറ്റി എന്നുള്ള രീതിയിൽ അക്കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ. Is it clear everyone? Then any sort of ഇവിടെ it's like very certain 5 years കഴിയുമ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്ന സാധനമാണ്. സോ any remeasurement gain or loss ഈ ഒരു സിറ്റുവേഷൻ കേട്ടോ, ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന any remeasurement gain or loss will be charged to P&L itself. അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലയബിലിറ്റിയിലെ വാല്യൂ എന്തെങ്കിലും ഇൻക്രീസ് ഓർ ഡിക്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തന്നെ അക്കൗണ്ട് ചെയ്യും? P&Lലേക്ക് അക്കൗണ്ട് ചെയ്യും. It's not like ഒരു 60 വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന പെൻഷൻ പോലൊന്നും അല്ലത്. Because it's an amount that we are going to pay definitely in 5 years. അപ്പോൾ any changes in the liability value as a part of the remeasurement, liability നമ്മൾ എല്ലാ വർഷവും റീഎസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. So any gain or loss will be charged to P&L itself, unlike what you have done in pension benefit, defined benefit pension scheme. അവിടെ കണ്ട പോലത്തെ ഒരു മെത്തേഡ് അല്ല ഇത്. So it's like a bulk amount we are going to pay in 5 years. So whatever the gain or loss is, അത് നമുക്ക് റിയലൈസ് ചെയ്ത പോലെ തന്നെയാണ്. So we can charge it immediately in the P&L itself.
Okay. But idum oru previous years la vanna oru sample question aanu. So these are the type of questions or the model of question that have been tested from IAS 19. Okay, or something different ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. ബട്ട് അഗെയിൻ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ടിങ് ഇറ്റ് ഡൗൺ. ഇപ്പൊ ലംസമായിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പെൻഷൻ അസറ്റും ലയബിലിറ്റി ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട. എത്രയാണോ നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ട എമൗണ്ട് ഒന്ന് ആദ്യം നോക്കുക. എത്രയായിരുന്നു അത്? വിച്ച് ഈസ് 1.3238 million. അതെടുത്തു. സോ അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കി. ദെൻ ആ ബെനിഫിറ്റ്സിന്റെ പ്രോബിലിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോബിലിറ്റിയുടെ എന്തെടുക്കുക? പ്രസന്റ് വാല്യൂ എടുക്കുക. സാർ ഒരു ഡൗട്ട്. ആണോ? പറഞ്ഞു. സാർ ഈ 7.605 നമ്മൾ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ PL ചാർജ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദ പീരീഡ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അത് ത്രൂ ഔട്ട് ദ പീരീഡ് ആയിട്ട് വരുന്നില്ല. 7.6 million നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? PNL എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. കാരണം ഈ വർഷമാണ് ഈ ഒബ്ലിഗേഷൻ വന്നത്. ഓക്കെ. ത്രൂ ഔട്ട് ദ പീരീഡ് നമ്മൾ എന്ത് മാത്രമേ ചാർജ് ചെയ്ത് പോകുന്നുള്ളൂ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രം. പെയിന്റിങ് മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ. ഇതെങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ ആൻസർ ഒന്ന് വായിച്ചു നോക്കിയേ. So here Hanford should recognize a liability for its obligation as a result of the additional benefit of as a result of the net benefit of the plan assets. The treatment of this payment is similar to defined benefit scheme, but the difference is that any actuarial gain or losses are immediately or recognized in the P&L, not in OCI. So any service cost, net interest component, reimbursement, and everything should be shown in P&L. So in this case, Hanford is going to pay the benefit out of cash. Therefore, there will be no plan assets. Cash pay plan asset. Hanford company will recognize the net annual change in that liability during the 5-year period as the service cost. About change in liability, service cost.
The company will measure the benefits liability at the present value of its obligations at the reporting date. So, the amount is estimated of the benefit that the employees have earned in return for the service in the current period and the prior periods. So, including the benefits that are not yet vested. So, the benefit is based on the future salary, therefore the projected unit credit method. So, we follow this method ഒരു സിംഗിൾ ടൈം സെറ്റിൽമെന്റ് പോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന്റെ പേരെന്താ മക്കളെ? നമ്മളിപ്പോ ചെയ്ത മെത്തേഡിന് പറഞ്ഞ പേരാണ് പ്രൊജക്റ്റഡ് യൂണിറ്റ് ക്രെഡിറ്റ് മെത്തേഡ് എന്നുള്ളത് കേട്ടോ. സോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ, പ്രൊജക്റ്റഡ് യൂണിറ്റ് ക്രെഡിറ്റ് മെത്തേഡ്. അപ്പോൾ ഒരു സിംഗിൾ ടൈം പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്ന രീതിക്ക് നമ്മൾ പറയുന്ന മെത്തേഡാണ് പ്രൊജക്റ്റഡ് യൂണിറ്റ് ക്രെഡിറ്റ് മെത്തേഡ്. So requires an entity to measure its defined benefits obligation on the basis of reflected estimated future salary increases. The component of cost of the additional benefit will be recognized in the P&L, which includes in the service cost. So therefore, a current service cost nearly 7.65. So round off ആണെങ്കിൽ 700 എന്ന് പറയും. So 7.65 ആണ് round off ചെയ്തേക്കണേ ഈ figure. Is it clear? ഈ പാർട്ട് ക്ലിയർ ആണോ മക്കളെ? ആ കാൽക്കുലേഷനും എക്സ്പ്ലനേഷനും ഓക്കെ. സോ ഇത് കൂടാതെ അവിടെ വേറൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നല്ലോ. വാട്ട് വാസ് ദ റിക്വയർമെന്റ്? ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് 6 മാർക്സിന്റെ ചെയ്തേ. ഇത് കൂടാതെ റിക്വയർമെന്റ് എന്താ? ഇമ്പാക്ട് ഓഫ് ഇൻക്രീസ് ഇൻ സാലറി, ഇൻക്രീസ് ഇൻ സാലറിയുടെ ഇമ്പാക്റ്റും അതേപോലെ ഡിക്രീസ് ഇൻ പ്രോബിലിറ്റി ഓഫ് എംപ്ലോയീസ് ലീവിംഗ് ദ കമ്പനി. അപ്പൊ സാലറി ഇൻക്രീസ് കാരണം എന്താ വന്നത്? സർവീസ് കോസ്റ്റ് കൂടിയോ കുറഞ്ഞോ? ആ സാലറി ഇൻക്രീസ് കാരണം എന്താ മക്കളെ സംഭവിച്ചേ? കൂടുക ചെയ്തത്, ലയബിലിറ്റി കൂടുകയല്ല ചെയ്തത്. യെസ്. സോ അത് നമ്മൾ പറയാം. സോ ഇൻക്രീസ് ഇൻ എംപ്ലോയീസ് സാലറി 3% per annum and decrease in the probability of employees leaving the company would have the same effect, because that is effect is additional definite liability. The change in the assumption would both increase the defined liability and this would in turn increase the service cost for the current years in the P&L. അപ്പൊ P&L സർവീസ് കോസ്റ്റ് കൂടുമായിരിക്കും ചെയ്യുന്നത് on 1st January 2007. So we'll have increase as while the number of employees to whom the benefit will be payable. അപ്പോ രണ്ട് ഇമ്പാക്ട് ആണോ അവർ ചോദിച്ചത്? എന്തിന്റെയൊക്കെ ഇമ്പാക്ട് ആണോ മക്കളെ ചോദിച്ചേ? ഒന്ന് സാലറി ഇൻക്രീസിന്റെയും ഡിക്രീസ് ഇൻ ദ പ്രോബിലിറ്റി ഓഫ് എംപ്ലോയീസ് എന്നാണ് ചോദിച്ചത്. ഡിക്രീസ് ഇൻ ദ പ്രോബിലിറ്റി ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം 75% ആൾക്കാർ നിൽക്കും എന്നുള്ളതായിരുന്നു അല്ലെ? ഡിക്രീസ് ഇൻ പ്രോബിലിറ്റി ഓഫ് എംപ്ലോയീസ് ലിവിംഗ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? 75-ൽ നിന്ന് അത് മാറി 80-ഓ 85-ഓ ആവും. മീൻസ് കുറച്ച് പേരെ ലീവ് ചെയ്യത്തുള്ളൂ. എംപ്ലോയീസ് ലീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറഞ്ഞാൽ ഉള്ള ഇമ്പാക്ട് അവർ ചോദിച്ചത്. സോ ഇറ്റ്സ് ലൈക്ക് ട്വിസ്റ്റിംഗ്. മനസ്സിലായോ? എംപ്ലോയീസ് ലീവ് ചെയ്യുന്നതിന്റെ പ്രോബിലിറ്റി കുറഞ്ഞാൽ ഉള്ള ഇമ്പാക്ട് എന്താ? നമ്മുടെ ലയബിലിറ്റി കൂടും അല്ലെ? നമ്മൾ പേ ചെയ്യേണ്ട ലയബിലിറ്റി കൂടും അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? എംപ്ലോയീസ് ലീവ് ചെയ്യുന്നതിന്റെ പ്രോബിലിറ്റി, എ ഡിക്രീസ് ഇൻ ദ പ്രോബിലിറ്റി ഓഫ് എംപ്ലോയീസ് ലീവിംഗ് ദ കമ്പനി. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ലയബിലിറ്റി അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇൻക്രീസ് ഇൻ സാലറിയിലും ഡിക്രീസ് ഇൻ എംപ്ലോയീസ് ലീവിംഗ് ദ കമ്പനിക്കും സെയിം എഫക്റ്റ് ആണ് വരുന്നത്. Is it clear everyone? Yes, sir. So IAS 19 clear ആണോ എല്ലാവർക്കും? IAS 19 ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് അല്ലേ? Any doubts with respect to IAS 19? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ?
Okay. The next one, we are going to move to the next standard, which is IFRS 2. IFRS 2 എന്താണ്? Deals with Share-based payments. share-based payments. എന്താണ് ഈ ഷെയർ ബേസ്ഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? What is share-based payment? Shares are given in exchange of a service or a product. Given in terms of shares. So, in exchange of goods or service, if you are giving them shares, അല്ലെങ്കിൽ പിന്നെന്താ, ഷെയറിന്റെ ഈക്വലന്റ് ആയിട്ടൊരു എമൗണ്ട്, ആ ഷെയറിന്റെ വാല്യൂന് ഈക്വലന്റ് ആയിട്ടൊരു എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് പാർട്ട് അല്ലെങ്കിൽ ആ ഒരു സനാരിയോ നമുക്ക് ഡീൽ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ആണ് IFRS 2, which is share based payment. അപ്പൊ ഇവിടെയും ഇതിന്റെ ആദ്യം ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, ബിഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇല്ലായിരുന്നു. വി നെവർ യൂസ് ടു റെക്കഗ്നൈസ് ആൻ എക്സ്പെൻസ് ഫോർ എ ഷെയർ ബേസ്ഡ് പേയ്മെന്റ്. ഷെയർ ബേസ്ഡ് പേയ്മെന്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഒരു എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതി ഇല്ലായിരുന്നു. കാരണം ട്രഡീഷണലി എല്ലാവരുടെയും ഒരു കൈൻഡ് ഓഫ് പിക്ചർ എന്താണ്, ക്യാഷ് പോകുന്നില്ലല്ലോ, കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടൊന്നും പോകുന്നില്ല. ബിക്കോസ് കമ്പനി ഈസ് ഓൺലി ഇഷ്യൂയിങ് ഷെയർസ്. കമ്പനി ഈസ് ഇഷ്യൂയിങ് ഷെയർസ് ഇൻ റിട്ടേൺ ഫോർ ഗുഡ്സ് ഓർ സർവീസ്. അപ്പൊ ക്യാഷ് ആയിട്ടൊന്നും പോകുന്നില്ലെങ്കിൽ അത് എക്സ്പെൻസ് അല്ല, അല്ലെങ്കിൽ അവിടെ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യണ്ട എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ട്രഡീഷണലി എല്ലാവർക്കും ഉള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഫൈൻ. സോ ആ ഒരു ഇമ്പാക്ട് ആണ് IFRS 2 ത്രൂ മാറിയത്. അപ്പോ എനി ടൈം ഇൻ റിട്ടേൺ ഫോർ എനി ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു ഇഷ്യൂ ഷെയർസ് എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു റെക്കഗ്നൈസ് എ എക്സ്പെൻസ്. നമ്മളവിടെ എന്ത് റെക്കഗ്നൈസ് ചെയ്യണം, ഒരു എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ ആണോ? So in return for a goods or service, if you have to pay something, then we have to recognize the expense. അപ്പൊ ഈ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് രണ്ട് ടൈപ്പ്? വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ഷെയർ ബേസ്ഡ് പേയ്മെന്റ്? ക്യാഷ് സെറ്റിൽഡും ഉണ്ട്, ഇക്വിറ്റി സെറ്റിൽഡും ഉണ്ട്. ദർ ഇസ് ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് ആസ് വെൽ ആസ് ഇക്വിറ്റി സെറ്റിൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ്. എന്താണ് ഇക്വിറ്റി സെറ്റിൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഗുഡ്സോ സർവീസോ കൊടുത്തിരുന്ന സമയത്ത് ഇൻ റിട്ടേൺ നമ്മളൊരു ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയർ ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നു. ഐ എം ഗിവിംഗ് യു ഷെയർ ഓർ ഷെയർ ഓപ്ഷൻസ്. ഇപ്പൊ എംപ്ലോയീസിന്റെ ഒക്കെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇപ്പം കമ്പനീസിലൊക്കെ എന്ത് കൊടുക്കാറുണ്ട്, ESOPs കൊടുക്കാറുണ്ട്, എംപ്ലോയി ഷെയർ ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഈ ഷെയർ ഓപ്ഷൻസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അൾട്ടിമേറ്റ്ലി യു ക്യാൻ ബിക്കം ദ ഓണർ ഓഫ് ഹിസ് കമ്പനി. സോ ഈവൻ ദ 1%, മേ ബി ഒരു കമ്പനിയുടെ 1% എന്ന് പറയുമ്പോൾ അത്രയും വാല്യൂബിൾ ആണ്, അല്ലെ? അപ്പൊ ആ ഷെയർ ഹോൾഡർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ എംപ്ലോയീസിന്റെ നമ്മൾ സർവീസ് ആണ് വാങ്ങിച്ചത്, ആ സർവീസിന് ഇന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ എന്താ കൊടുക്കാൻ പോന്നെ? ഐ എം നോട്ട് പേയിങ് എനിത്തിങ് ഇൻ ക്യാഷ്. നമ്മൾ മുമ്പേ കണ്ട പോലെ ലംസം എമൗണ്ട് ക്യാഷ് ആയിട്ടല്ല നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റെഡ് നമ്മൾ ഷെയർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വി ആർ ഗിവിംഗ് ദം ദ ഷെയർ ഓപ്ഷൻസ്. ഓക്കെ, സോ വി നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് എമൗണ്ട് ആസ് എൻ എക്സ്പെൻസ്. ആ എക്സ്പെൻസ് എങ്ങനെ അക്കൗണ്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇവിടെ മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് തന്നെ ഇക്വിറ്റി അല്ലാതെ, ഷെയർ ഓർ ഷെയർ ഓപ്ഷൻ അല്ലാതെ ചിലപ്പോൾ എന്ത് വരാം, ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് വരാം. എന്താണ് ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ്? എന്താണ് ഈ ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്?
Here, the entity acquires goods or service in exchange for amounts of cash. അപ്പോൾ ഇൻ എക്സ്ചേഞ്ച് നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കും, പക്ഷെ ഈ ക്യാഷിന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഹൗ മച്ച് എമൗണ്ട് വി ഹാവ് ടു പേ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിപ്പെൻഡ്സ് upon the ഷെയർ പ്രൈസ്. ആ ഷെയർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര എമൗണ്ട് നമ്മൾ ഇവിടെ ക്യാഷ് ആയിട്ട് പേ ചെയ്യണമെന്നുള്ളത്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് upon the ഷെയർ പ്രൈസ്. ഓക്കെ ആണോ? Is it clear everyone? അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സ്കീംസ് ഒക്കെയാണ്. അപ്പോൾ ചില എംപ്ലോയീസിന് ചിലപ്പോൾ ഷെയർ വേണമെന്ന് ആവശ്യമില്ല, അവർക്ക് ചിലപ്പോൾ ഷെയർ വാങ്ങാൻ താല്പര്യമില്ലായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും? ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയറിന്റെ വാല്യൂവിന് വന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്. സോ അവർക്ക് ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, നെക്സ്റ്റ് 3 years 5 years നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു പീരീഡ് കാണും. ആ ഡ്യൂറിംഗ് ദ പീരീഡ് എന്താണോ ഷെയറിന്റെ പ്രൈസിൽ വന്ന ഇൻക്രീസ്, ദാറ്റ് ഇൻട്രിൻസിക് വാല്യൂ വിൽ ബി പെയ്ഡ് ഇൻ ക്യാഷ്. ആ ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കും? വിൽ പേ ദം ഇൻ ക്യാഷ്. അപ്പൊ അവിടെ ആ ക്യാഷ് കൊടുക്കുന്ന എന്തിന്റെ ബേസിലാണ്? ഡിപ്പെൻഡ്സ് upon the ഷെയർസ്, ഷെയർ വാല്യൂ. ഷെയറിന്റെ വാട്ട് എവർ ദ ഇൻട്രിൻസിക് വാല്യൂ, ആ എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് പേ ചെയ്യുന്നത്? ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നത്. സോ ഇൻ ബോത്ത് സിറ്റുവേഷൻസ് ഇവിടെ either it's a payment or it's a payment in form of shares. So അതുകൊണ്ടാണ് ഇതിനെ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്നത്, which is IFRS 2. Is it clear everyone? ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ഷെയർ ബേസ്ഡ് പേയ്മെന്റ് മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, എന്തൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് ഷെയർ ബേസ്ഡ് പേയ്മെന്റ്? ഇക്വിറ്റി ഉണ്ട്, ക്യാഷും ഉണ്ട്. ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഡിസ്കസ് അബൌട്ട് ഇക്വിറ്റി. ഇക്വിറ്റി സെറ്റിൽഡ് ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇക്വിറ്റി സെറ്റിലോട്ട് വരുമ്പോൾ ഇതിന്റെ എൻട്രി എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഇക്വിറ്റി സെറ്റിൽ മീൻസ് വി ആർ അൾട്ടിമേറ്റ്ലി ഗെറ്റിംഗ് ഗുഡ്സ് ഓർ സർവീസ് എന്നാ പറഞ്ഞത്. ചിലപ്പം ഒരു അസറ്റ് ആയിരിക്കും നമുക്ക് ഇടുന്നത്, അപ്പൊ ഡെബിറ്റ് അസറ്റ് വരാം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും നമുക്ക് ഇടുന്നത്, എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസിനൊക്കെ സർവീസ് കിട്ടുന്ന സമയത്ത് വി ഷുഡ് നോട്ട് റെക്കഗ്നൈസ് ഇറ്റ് ആസ് അസറ്റ്. അതിന് നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ അക്കൗണ്ട് ചെയ്യും. Okay, so that is debit, asset or expense. Credit എന്തായിരിക്കും മക്കളെ പോന്നെ? What about credit? Credit എന്തായിരിക്കും ഇവിടെ പോന്നെ? Equity. Yes, credit നമ്മള് ക്യാഷ് അല്ല പേ ചെയ്യുന്നത്, we are issuing shares, so credit will go to equity. ഓക്കെ ആണോ മക്കളെ? സോ ഇത് നമ്മൾ ഫ്യൂച്ചറിലാണ് കൊടുക്കുന്നത്. ദിസ് ഇക്വിറ്റി ഈസ് സംതിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു പേ ഇൻ ഫ്യൂച്ചർ. അപ്പോ ഇറ്റ്സ് നോട്ട് കൺവേർട്ടഡ് ടു ഷെയർ റൈറ്റ് നൗ. ഇപ്പൊ അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ആയിട്ടില്ല അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്തായിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത്? അപ്പൊ ഫ്യൂച്ചറിൽ അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഡയറക്ട്ലി ഗോയിങ് ടു ദ മെയിൻ എലമെന്റ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതെങ്ങോട്ടായിരിക്കും പോകുന്നത്? It will go to OCE, other components of equity ലേക്കായിരിക്കും പോകുന്നത്. Is it clear everyone? OCE or other components of equity എന്ന് പറയുന്ന ഒരു എമൗണ്ടിലേക്കായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. Is it clear everyone? Yes, sir. So നോട്ട് ചെയ്ത എല്ലാവരും. അപ്പോൾ this is the entry for equity settled share based payment. അപ്പോൾ debit asset or expense, credit equity. That equity will be shown in other components of equity. കാരണം അത് മെയിൻ എലമെന്റ്സ് ഓഫ് ഇക്വിറ്റിയിലേക്ക് പോകാനുള്ള ടൈം ആയില്ല, കാരണം അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല. സോ ദിസ് ദ ഇനിഷ്യൽ എൻട്രി. അപ്പൊ ആ എൻട്രി ഇങ്ങനെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാന്നുള്ളതാണ്. ഹൗ വിൽ യു മെഷർ ഇറ്റ്? ഇതിന്റെ ഇനിഷ്യൽ മെഷർമെന്റ് എങ്ങനെയായിരിക്കും? ആ എക്സ്പെൻസ് എങ്ങനെ വാല്യൂ ചെയ്യും എന്നുള്ളത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക, എംപ്ലോയീസ്, നോൺ എംപ്ലോയീസ്, എംപ്ലോയീസ് ആൻഡ് നോൺ എംപ്ലോയീസ്. അപ്പോ
എംപ്ലോയീസ് ആണ് നമുക്ക് ഈ പറയുന്ന സർവീസ് ഒക്കെ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഓപ്ഷൻ ഇഷ്യൂ ചെയ്തേക്കുന്നത് അൾട്ടിമേറ്റ്ലി എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ വല്ലതും ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൻ മാനേജ്മെന്റ് സൈഡിലുള്ളവർക്കായിരിക്കാം. സോ ഇഫ് യു ഹാവ് ഇഷ്യൂഡ് ഇറ്റ് ടു എംപ്ലോയീസിനാണ് നമ്മളിത് പേ ചെയ്തതെങ്കിൽ, എംപ്ലോയീസിനാണ് നമ്മൾ പേ ചെയ്തതെങ്കിൽ, എംപ്ലോയീസ് ഓർ നോൺ എംപ്ലോയീസ്, ഇൻ ദാറ്റ് സെനാരിയോ നമ്മൾ എംപ്ലോയീസിന് ഈ പേ ചെയ്ത എമൗണ്ട് അവർ നമുക്ക് തന്ന സർവീസിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസ് നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത ആ ഇൻസ്ട്രുമെന്റ് എന്താണോ, നമ്മൾ കൊടുക്കുന്ന ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്, അതിന്റെ ഫെയർ വാല്യൂ എടുക്കും. ഓക്കെ, നമ്മൾ ആ ഒരു ഓപ്ഷൻ, ഞാൻ ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ ആസോൺ, ഇതിപ്പോ എത്ര, നവംബർ 2023 ഇന്നാണല്ലോ ഞാൻ ഇത് ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് ഗ്രാൻഡ് ചെയ്യുന്ന ദിവസം, ഈ ഒരു ഓപ്ഷൻ ഞാൻ ഗ്രാൻഡ് ചെയ്യുന്ന ദിവസം, അല്ലെങ്കിൽ അവർക്ക് ഇത് ഈ ഒരു സാധനം ഞാൻ ഓഫർ ചെയ്യുന്ന ദിവസം, ആ പർട്ടിക്കുലർ ഷെയർ ഓപ്ഷന്റെ ഒരു ഫെയർ വാല്യൂ കാണും, അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിന്റെ ആ ഇൻസ്ട്രുമെന്റിന് ഒരു ഫെയർ വാല്യൂ കാണും. ആ ഫെയർ വാല്യൂല് വേണം നമ്മൾ ഈ പറയുന്ന എൻട്രി എഴുതാൻ, അല്ലെങ്കിൽ അതിന്റെ വാല്യുവേഷൻ വരാൻ. ഷുഡ് ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫെയർ വാല്യൂ ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് അറ്റ് ദ ഗ്രാൻഡ് ഡേറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ? സപ്പോസ് നോൺ എംപ്ലോയീസിനാണെങ്കിലോ, അത് എക്സ്റ്റേണലി ഉള്ള ആൾക്കാരാണ് അല്ലെ? നോൺ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി ഉള്ള ആൾക്കാരാണ്. അപ്പൊ എക്സ്റ്റേണലി ഉള്ള ആൾക്കാരാണെങ്കിൽ അവര് നമുക്ക് തരുന്ന ഗുഡ്സിന്റെയോ സർവീസിന്റെയോ ഒരു എന്ത് കാണും? ഒരു മാർക്കറ്റ് വാല്യൂ കാണും. എക്സ്റ്റേണലി നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് അവര് നമുക്ക് എന്തെങ്കിലും ഗുഡ്സോ സർവീസോ തരുവാണെങ്കിൽ അതിനെന്ത് കാണും? ഒരു മാർക്കറ്റ് വാല്യൂ കാണും, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ കാണും. അപ്പോ ഇഫ് ഇറ്റ് ഈസ് ഫ്രം എ നോൺ എംപ്ലോയി സൈഡ്, then the fair value should be measured on the basis of the fair value of goods or service received. അത് വേണം നമ്മൾ ചെയ്യാൻ, അതിന്റെ ബേസിൽ വേണം നമ്മൾ മെഷർ ചെയ്യാൻ. സപ്പോസ് ഇഫ് ദ ഫെയർ വാല്യൂ ഈസ്, അവരിങ്ങോട്ട് നമുക്ക് തന്ന സാധനത്തിന്റെ ഫെയർ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചു. ദ ഫെയർ വാല്യൂ ഈസ് നോട്ട് മെഷറബിൾ. ആ ഫെയർ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റാതെ വരുവാണെങ്കിൽ വാട്ട് വിൽ യു ഡു ദെയർ? ദെൻ അഗെയിൻ നമ്മൾ ബാക്ക് ടു നമ്മുടെ നോർമൽ റൂൾ വരും. ദാറ്റ് ഈസ് നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിന്റെ ഫെയർ വാല്യൂ എന്താണോ അതിന്റെ രീതി തന്നെ, അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ മെഷർമെന്റ് വരാൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കുക. ഇനിഷ്യൽ മെഷർമെന്റ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫെയർ വാല്യൂ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് അറ്റ് ദ ഗ്രാൻഡ് ഡേറ്റ്. അതിന്റെ ലോജിക്ക് വളരെ എളുപ്പമാണ്. കാരണം എംപ്ലോയീസ് ആവുന്ന സമയത്ത് എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസിന്റെ ഒരു വാല്യൂ നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ആർ ഇൻസൈഡ് ദ കമ്പനി അല്ലെ? അപ്പൊ ബെറ്റർ എന്താ, നമ്മൾ അവർക്ക് അങ്ങോട്ട് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിന്റെ ഫെയർ വാല്യൂ എന്താണെന്ന് നോക്കുക. നമ്മൾ കൊടുക്കുന്ന ഓഫർ ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഡേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിന്റെ ഫെയർ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ആ ഫെയർ വാല്യൂല് വേണം നമ്മൾ ആ ഒരു ഇനിഷ്യൽ മെഷർമെന്റ് ചെയ്യാൻ. ഇഫ് ഇറ്റ് ഈസ് ടു എ നോൺ എംപ്ലോയീസ്, ഇപ്പൊ നോൺ എംപ്ലോയീസ് ആകുമ്പോൾ അവർ നമുക്ക് തരുന്ന ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിന് എന്താണെങ്കിലും ഒരു ഫെയർ വാല്യൂ കാണും. ഇൻ ദ മോസ്റ്റ് സിറ്റുവേഷൻ ദർ വിൽ ബി എ ഫെയർ വാല്യൂ. സോ ദാറ്റ്സ് റീസൺ സ്റ്റാൻഡേർഡ് പറയുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ തരുന്ന ഗുഡ്സ് ആ സർവീസിന്റെ ഫെയർ വാല്യൂ നിങ്ങൾ മെഷർ ചെയ്യാൻ നോക്കുക. ആ ഫെയർ വാല്യൂ നിങ്ങൾക്ക് മെഷറബിൾ എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? വിൽ ഗോ ബാക്ക് ടു ദ ഓൾഡ് റൂൾ, ദാറ്റ് ഈസ് വിൽ മെഷർ ഇറ്റ് ആസ് പെർ ദ fair value of the instrument that we are offering to the employees at the grant date. Okay ano? Is it clear everyone? Can you reply in the chat? Chat lo reply ചെയ്യാം മക്കളെ.
Okay. Now, then a cash settled ആണെങ്കിലോ, how will you account it? Cash settled ആണ് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യാൻ പോകുന്നത്? Cash settled ആണ്, how will you account it? Cash settled ആണെങ്കിൽ വരുന്ന വ്യത്യാസം എന്താണ്? ഡെബിറ്റ് അസറ്റ് ഓർ എക്സ്പെൻസ്, ക്രെഡിറ്റ് എന്തിലോട്ടായിരിക്കും പോകുന്നത്? Cash. Cash is going to pay in future, അല്ലെ? It's an obligation to pay cash in future, അല്ലെ? അപ്പൊ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? Liability. Okay, so these are things which happens in future. നമ്മളിപ്പോ മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റൻ അത് കണ്ട പോലെ ഒരു ടൈം പീരീഡ് കാണും. ഇതൊക്കെ ഇവർക്ക് സാറ്റിസ്ഫൈ ഒരു ടൈം പീരീഡ് കാണും. അപ്പൊ ആ വിത്തിൻ ദ ടൈം പീരീഡ് ആയിരിക്കും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു പേ ദിസ് എമൗണ്ട്. സോ ദർ ഇസ് ആൻ ഒബ്ലിഗേഷൻ ദർ. ഓക്കെ, നമുക്ക് ആ ഫ്യൂച്ചറിൽ ആ എമൗണ്ട് കൊടുക്കാൻ ഒരു ഒബ്ലിഗേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഡെബിറ്റ് അസറ്റ് ഓർ എക്സ്പെൻസ് ക്രെഡിറ്റ് ലയബിലിറ്റി എന്നുള്ള രീതിയിലായിരിക്കും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പോകുന്നുണ്ടാവുക when it is cash settled share based payment. ഇപ്പൊ cash settled share based payment ആണെങ്കിൽ ഷെയർ ഓപ്ഷൻ റൈറ്റ്സ് ആണ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ റൈറ്റ് ടു ഷെയർസ് ദാറ്റ് ആർ റെഡീമബിൾ ഷെയർസും അതിന്റെ എക്സാമ്പിൾ ആണ്. സോ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും മക്കളെ പോകുന്നുണ്ടാവുക? ഡെബിറ്റ് ടു എക്സ്പെൻസ് ഓർ അസറ്റ്, ക്രെഡിറ്റ് വിൽ ഗോ ടു ലയബിലിറ്റീസ്. സോ ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ആണോ? Is it clear, everyone? Clear, sir. Clear. So ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ എന്താണെന്ന് നോക്കി. സോ നൗ വി ക്യാൻ ഡു ദ ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തോ. കം ബാക്ക് ബൈ 11:30. സോ 11:15 ആവുന്നുണ്ട്. സോ 11:25 11:30ക്കുള്ളിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.